ഇതിൽ ശക്തമായ തെളിവുകളുണ്ട് എന്ന് ED ഇന്ന് കോടതിയിൽ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അത് വാട്സാപ്പ് ചാറ്റുകളുണ്ട്, മറ്റ് രേഖകളുണ്ട്, കോൾ റെക്കോർഡ്സ് അടക്കം ശക്തമായ തെളിവുകളുണ്ട് എന്ന് പറയുന്നു. ഏത് തരത്തിലേക്ക് കോഴ ചോദിച്ചു വാങ്ങി എന്നുള്ളത് വ്യക്തമാക്കുന്നു. അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെട്ടു, പാർട്ടി തെരഞ്ഞെടുപ്പിനായി ഉപയോഗിച്ചു, പാർട്ടിയുടെ തലച്ചോറാണ്, കൺവീനറാണ് അരവിന്ദ് കെജ്രിവാൾ, ഇതിനെല്ലാം അദ്ദേഹത്തിന് എങ്ങനെയാണ് പങ്കുള്ളത്, ഇടനിലക്കാരനുമായുള്ള ബന്ധം, ഇതെല്ലാം വ്യക്തമായി ചൂണ്ടിക്കാട്ടി ED കോടതിയിൽ വാദമുഖം നിരത്തുമ്പോൾ അതിന് മറുവാദം അതേപോലെ ശക്തമായ രീതിയിൽ ഉന്നയിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞോ ഇന്ന്? അനുജ, തീർച്ചയായിട്ടും രണ്ടു പക്ഷവും അവരവരുടെ നിലപാടുകളെ അത്ര ശക്തമായിട്ട് അവതരിപ്പിക്കുന്ന, ഒരുപക്ഷെ ഈ ബെയിൽ ഹിയറിങ്ങുകളിലോ അല്ലെങ്കിൽ റിമാൻഡ് സമയങ്ങളിലോ ഒന്നും അങ്ങനെ ദീർഘമായിട്ടുള്ള വാദം ഉണ്ടാവുക ഒരു പതിവുള്ളതല്ല. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മണിക്കൂറുകൾ നീണ്ട വിധത്തിൽ ഇരുപക്ഷവും വളരെ ശക്തമായിട്ട് ആ വാദങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായത് 3 മുതിർന്ന അഭിഭാഷകരാണ്. അഭിഷേക് മനു സിംഗ്വി ആണ് ആ സംഘത്തെ നയിച്ചത്. അദ്ദേഹം വളരെ ശക്തമായിട്ട് ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള വാദഗതികൾ ഉന്നയിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ സെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടല്ല അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്ന അദ്ദേഹത്തിന്റെ വാദമായിരുന്നു. അതിന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഈ PMLA കേസുകൾ പരിഗണിച്ച ഘട്ടത്തിൽ, മനീഷ് സിസോദിയുടെ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ സാക്ഷിമൊഴികളെ മാത്രം ആധാരമാക്കിക്കൊണ്ട് ഒരു വ്യക്തിയെ എങ്ങനെ അറസ്റ്റ് ചെയ്യും എന്ന സുപ്രീം കോടതിയുടെ ചോദ്യം, അങ്ങനെ പാടില്ല എന്ന നിർദ്ദേശം, അതെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇപ്പോഴുള്ളത് ഏതാനും മാപ്പ് സാക്ഷികളുടെ മൊഴിയാണ്. മാപ്പ് സാക്ഷി എന്നാൽ വിശ്വസനീയ വിധേയമല്ലാത്ത, അഥവാ മാപ്പ് സാക്ഷി നൽകുന്ന മൊഴിക്ക് വിശ്വസനീയത ഉണ്ടാകുന്നത് ആ തെളിവുകളെ ആധികാരികമായി തെളിയിക്കാൻ പറ്റുന്ന മറ്റ് രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയുള്ള ഒരു തെളിവോ രേഖയോ ഒന്നും ഇല്ല. മറിച്ച് ഈ മാപ്പ് സാക്ഷികൾ നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ഉണ്ടാകുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്ത ഒരാൾ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രിയാണ് എന്ന ഒരു വസ്തുത കൂടി നിലനിൽക്കുന്നു. ഇതിന് പിന്നിൽ ഉള്ള ഗൂഢലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്ന വാദമാണ് അദ്ദേഹം ഉന്നയിച്ചത്. PMLA ആക്ടിലെ സെക്ഷൻ 19 നഗ്നമായിട്ടുള്ള ലംഘനമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് റിമാൻഡ്, അറസ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് റിമാൻഡ് ചെയ്തിരിക്കണം എന്ന് മജിസ്ട്രേറ്റുമാരോട് നിർദ്ദേശിക്കാൻ നിയമം ഒരിടത്തും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് റിമാൻഡ് നടപടികൾ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യാനുള്ള നീക്കം തടയണം എന്നുള്ളതാണ് അദ്ദേഹം വാദിച്ചത്. സമാനമായിട്ട് അദ്ദേഹത്തിന് ചൗധരി എന്ന മുതിർന്ന അഭിഭാഷകനും ഹാജരായിരുന്നു. അദ്ദേഹം ചോദിച്ചത്, ED പറയുന്ന കാര്യങ്ങൾ തങ്ങൾ വിശദമായി പഠിച്ച ഘട്ടത്തിൽ ED ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് അരവിന്ദ് കെജ്രിവാള് അന്വേഷണത്തോട് നിസ്സഹകരിച്ചു, അരവിന്ദ് കെജ്രിവാള് തെളിവ് നൽകാൻ തയ്യാറാകുന്നില്ല, അരവിന്ദ് കെജ്രിവാള് EDക്ക് മുന്നിൽ കൃത്യമായിട്ട് ഹാജരാകുന്നില്ല. ഈ 3 കാര്യങ്ങളും തെറ്റാണ് എന്നാണ് അദ്ദേഹം വാദിച്ചത്. EDക്ക് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് അറിയാനുള്ള ചോദ്യങ്ങൾ എന്നുള്ളത് പറഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ തയ്യാറാണ്. കോടതിക്ക് മുന്നിൽ വേണമെങ്കിൽ ആ ചോദ്യങ്ങൾ നൽകിയാൽ അത് നൽകാനും തങ്ങൾ തയ്യാറാണ്. ഈ തെളിവുകളുടെ കാര്യത്തിൽ തെളിവുകൾ നൽകിയില്ല അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നതിലൊരു അർത്ഥവുമില്ല. ഒരു ED അന്വേഷിക്കുന്ന കേസിൽ തെളിവുകൾ നൽകേണ്ട ബാധ്യത അരവിന്ദ് കെജ്രിവാളിനല്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അരവിന്ദ് കെജ്രിവാളിന് മറ്റു പല തിരക്കുകളുമുണ്ട്. സംസ്ഥാനത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് തെരഞ്ഞെടുപ്പ് എന്നത് നടക്കുന്ന ഒരു ഘട്ടമാണ്. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ അരവിന്ദ് കെജ്രിവാളിന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പങ്കെടുക്കാനും ജനങ്ങളെ അഭിസംബോധന ചെയ്യാനും ഉള്ള അവകാശം ആർട്ടിക്കിൾ 21 നൽകുന്നുണ്ട്. അതിന്റെ നഗ്നമായ ലംഘനം കൂടി നടന്നിരിക്കുന്നു എന്ന വാദമാണ് കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ ഉന്നയിച്ചത്. ASG ശ്രീ രാജു ആണ് സുപ്രീം കോടതിയിൽ EDയെ പ്രതിനിധീകരിച്ച് ഹാജരായത്. അദ്ദേഹം ഈ വാദങ്ങളെയെല്ലാം ഖണ്ഡിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് PMLA ആക്ടിന്റെ എല്ലാ വിധത്തിലുള്ള ലംഘനവും നടത്തുന്നതിന് ശേഷം ഈ കേസിന്റെ അന്വേഷണത്തിന് അനിവാര്യമായി എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. അരവിന്ദ് കെജ്രിവാളിന് 9 തവണ സമൻസ് നൽകി. ഓരോ തവണ സമൻസ് നൽകിയപ്പോഴും അദ്ദേഹം പറഞ്ഞ അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് അറസ്റ്റ് ചെയ്തത് എന്നത് ED വ്യക്തമാക്കുകയും ചെയ്തു. ബൽറാം നെടുങ്ങാടിയിലേക്ക് ഒരിക്കൽ കൂടി. ബൽറാം, നേരത്തെ തന്നെ പോലീസിനെയും അതുപോലെ തന്നെ കേന്ദ്രസേനയും ഒക്കെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു കോടതിക്ക് പുറത്ത്, നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോഴും ആ തരത്തിലേക്കുള്ള വൻ സുരക്ഷയാണോ കോടതിക്ക് പുറത്ത് കാണാൻ കഴിയുന്നത്?
അഞ്ജ, തീർച്ചയായും കനത്ത സുരക്ഷ തന്നെ ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നും കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ഡൽഹിയിൽ ഉണ്ട്. അറസ്റ്റ് പോലും കൃത്യമായ ആസൂത്രിതമായ ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് ഇന്നലെ രാത്രി നടന്നത്. ഇതിനായി ഡൽഹി പോലീസും ഇഡിയും കൃത്യമായ ആശയവിനിമയം നടത്തിയിരുന്നു. നമുക്ക് കാണാം, റൌസ് അവന്യൂ കോടതി പരിസരത്താണ്. അതിലെ ഒരു മുൻ ഗേറ്റിലുള്ള പോലീസ് വിന്യാസമാണ് ഈ കാണുന്നത്. പരിസര പ്രദേശങ്ങളിൽ മുഴുവനായി തന്നെ പോലീസിനെയും കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ട്. ഈ ഒരു ഗേറ്റിന് സമീപം മാത്രം ഏതാണ്ട് 100ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. കൂടാതെ ഈ കോടതി നിൽക്കുന്ന 2 റോഡുകളുടെ നടുവിലായാണ് ഈ റോസ് അവന്യൂ കോടതിയുള്ളത്. ഈ ഇരു റോഡുകളിൽ നിന്നും പിരിഞ്ഞു പോകുന്ന മറ്റു വഴികളെല്ലാം ബാരിക്കേഡ് ഉപയോഗിച്ച് അടച്ച് കോടതി പരിസരത്തേക്ക് കൃത്യമായ പരിശോധന നടത്തി മാത്രമാണ് ആളുകളെ കയറ്റിവിടുന്നത്. ID കാർഡുകൾ ഉൾപ്പെടെ പരിശോധിച്ച് അവർക്ക് ഇവിടെ എത്തേണ്ടവരാണ്, സമീപത്തുള്ള ഓഫീസുകളിലോ കോടതിയുമായി ബന്ധപ്പെട്ടോ എത്തേണ്ടവരാണ് എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമാണ് ഇവിടേക്ക് കടത്തിവിടുന്നത്. അത്രത്തോളം കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. ഡൽഹിയിൽ പലയിടത്തും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡൽഹി പോലീസ്. ഡ്രോൺ നിരീക്ഷണം അടക്കമുള്ളവ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കെജ്രിവാളിനെ ഈ നേരിട്ട് കോടതിയിൽ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യം ഡൽഹി പോലീസ് ആലോചിച്ചിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാക്കിയാൽ മതിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ സുരക്ഷ പരിഗണിച്ചുകൊണ്ട്. കാരണം ശക്തമായ പ്രതിഷേധത്തിനാണ് ആം ആദ്മി പാർട്ടി ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ ആഹ്വാനം ചെയ്തത്. ഇന്ന് രാവിലെ മുതൽ പലയിടത്തും റൌസ് അവന്യൂ കോടതിക്ക് പുറത്ത് കനത്ത സുരക്ഷയാണ്. ഇഡി കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യത്തിന്മേലുള്ള കോടതി ഉത്തരവ് ഏത് സമയവും പുറത്തുവരും.